ഗായ്സ്, വെൽക്കം ടു കേട്ടൻസിനാസ് ഗെയിമിംഗ് സോൺ. നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസ് ആയിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഈ വീഡിയോന് എന്ത് പേര്, ഈ സീരീസിന് എന്ത് പേരിടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗായ്സ്. അതിൽ നല്ലൊരു പേര് ഞാൻ ഈ സീരീസിന് ഇടുന്നതാണ്. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഈ സീരീസിൻ്റെ. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് കോർ സീരീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ഒരു വെള്ളക്കുതിര, നല്ല രസമുണ്ട് ഈ വെള്ളക്കുതിര. നമുക്ക് സാഡിൽ ഉണ്ടെങ്കിൽ നമുക്കതിനെ എടുക്കാമായിരുന്നു. നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് ഇറക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് എന്തെങ്കിലും, പ്ലെയിൻസിലായതുകൊണ്ട് വില്ലേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചെന്ന് ഒരു കുഴി, മരം, 2-3 മരം വെട്ടാം. എന്നിട്ട് വില്ലേജ് ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ രാത്രിയായ ജോംബി മാമന്മാരെടുങ്ങും. ജോംബി മാമന്മാരിറങ്ങിയാൽ പിന്നെ വെട്ടും കൂത്തും കൊലയും. എന്തിനാ വെറുതെ ചാവുന്നത്? നമുക്ക് നേരെ ഇപ്പോൾ വില്ലേജ് ഉണ്ടോ നോക്കാൻ പോവാം. ഇവിടെ എവിടെയും വില്ലേജ് ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചും കൂടെ നടന്നു നോക്കാം. അവിടെ എന്തല്ലേ, അത് കാടാൻ തോന്നുന്നു, കാടന്നെ. ഇവിടെ എവിടെ ഒരു വില്ലേജും കാണുന്നില്ല. നമുക്ക് ഈ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പുറത്ത് ഒരു പ്ലെയിൻസ് കാണുന്നുണ്ട്. വേനയായി, അതെനിക്ക് വേണിച്ചു. ഈ കുഴി ഇപ്പോൾ വീണേനെ. അവിടെ എന്തെങ്കിലും വില്ലേജ് ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ സൈഡിലുള്ള പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടത്. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടം കേട്ടോ, ഈ തിളങ്ങും ചെടി. അവിടെ നമ്മളത് കാണുന്നുണ്ട്, പ്ലെയിൻസ് കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് സൈഡിൽ കൂടെ പോയി നോക്കാം. അവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടായാലോ. അദൃശ്യമായ സ്ഥലങ്ങളിലാണ് വില്ലേജ് ഉണ്ടാവുക. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ചെടി പോകാം. വെറുതെ നീന്തി പോകുമ്പോൾ സമയം കുറേ ആവും. ഇതിലൂടെ നീന്തി അങ്ങ് പോവാം. പെട്ടെന്ന് വില്ലേജ് കിട്ടണം രാത്രിയാവുന്നതിന് മുമ്പ്. രാത്രിയായാൽ ഭയങ്കര പാടാ. പിന്നെ ഇല്ലാതെ വില്ലേജ് ആണല്ലോ ആ സൈഡിൽ കാണുന്നത്. യെസ് ഗായ്സ്, വില്ലേജ് ആണത്. നമ്മളങ്ങനെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ടുണ്ട്. നമുക്ക് കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയ ആ വലിയ സംഭവമില്ല, വലിയ വീട് പോലത്തെ ഈ സാധാ വീടല്ലാതെ ആ പൊക്കമുള്ള, അത് നമുക്ക് വീടാക്കി എടുക്കാം. ഈ വീട്ടിൽ എന്തെങ്കിലും ജസ്റ്റ് എന്തെല്ലോ എന്നില്ല അമ്മി. ഇപ്പോൾ വീണാൻ അവിടെ നമ്മളൊരു കേവൊക്കെ കാണുന്നുണ്ട്. നമുക്ക് കേവിൽ കുറേ ഡയമണ്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. ഉള്ളോട്ട് ഭയങ്കര ഉള്ളോട്ട് പോകാണ്ടല്ലോ. കുറേ ഭയങ്കര വലിയ കേവാണ് കേസ്. മാറിക്കില്ലേ ചെറിയ ഇവിടെ എന്താ ഇവിടെ ഒന്നുമില്ല. നമുക്ക് അടുത്ത വീട്ടിൽ പോയേക്കാം. നമുക്ക് കുറച്ച് ലൂട്ട് അടിക്കാം. ഇതിൽ എന്തുണ്ടോ? ഇതിലൊന്നുമില്ല. നമുക്ക് ഇതല്ല, ഈ സൈഡിലുള്ള ഈ വീടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് പിന്നെ ബ്ലാക്ക് സ്മിത്ത് ആണോ? അല്ലല്ലോ, അല്ലാന്ന് തോന്നുന്നു. ബ്ലാക്ക് സ്മിത്ത് ഇങ്ങനെ അല്ലല്ലേ. ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, ഈ വീട്ടിൽ ചെസ്റ്റ് ഉണ്ട്. ആരാ എന്താ താൻ പോടോ. ലെതർ പാൻസിൽ ലെതർ മറ്റേ ക്യാപ്പും കിട്ടിയിട്ടുണ്ട്. ഇല്ല, ലെതർ ക്യാപ്പ് നെയ്ത്, ലെതർ ഹെൽമെറ്റ് നെയ്തത് എന്താ. നമുക്ക് ഈ വീട്ടിൽ നിന്ന് കയറി വെക്കാം. ഈ വീട്ടിലൊന്നുമില്ല. മഞ്ഞ വീട് എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്കിവിടെ ഈ ചെസ്റ്റ് എന്താ ഉള്ളത്? നമുക്ക് എന്ത് മാപ്പാണ് അത്? അൺനോൺ മാപ്പാണ്.
ക്യാനോൺ മാപ്പ് എന്താ സാധനം? ആ ചുവപ്പ് മാർക്കിങ് നമ്മളാണോ? പുറത്തിറങ്ങാൻ പറ്റില്ല, മാറി ഡോറ് ഇത് പുറത്തിറങ്ങാൻ പറ്റാതെ. നമ്മൾ നീങ്ങുന്നതായിട്ടൊന്നും വലിയ തോന്നുന്നില്ലല്ലോ. നമുക്കൊന്ന് മുന്നോട്ടൊന്ന് പോയി നോക്കാം, നമ്മൾ നീങ്ങുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല ഗായ്സ്, നമ്മളല്ല തോന്നുന്നു. നമ്മളല്ല ഗായ്സ്, നമ്മളല്ല. അത് നമ്മുടെ മാർക്കല്ല, ആ വേറെന്തോ ആണ് ചുവപ്പ്. ആ ചുവപ്പ് എന്തായിരിക്കും? നീങ്ങുന്നുണ്ടോ? അയ്യോ പോണേനെ ഉണ്ടോ? നീങ്ങുന്നില്ല ഗായ്സ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം, എന്നാലും നമുക്ക് അടുത്ത എപ്പിസോഡ് ഇടാം. കമൻറ്റ് ഇട്ടില്ലെങ്കിലും ഞാൻ ഇടാൻ സാധ്യതയുണ്ട് ചിലപ്പം. കമൻറ്റ് ഇടാം എന്തായാലും. അയ്യോ അയ്യോ, ഇപ്പോൾ കുഴിയിൽ വീണേനെ. ലെതർ പാൻറ്റും ലെതർ ക്യാപ്പും ഇടണം. അയ്യോ, അവരുണ്ടാക്കിയ സാധനം പോയിട്ടുണ്ടല്ലോ. ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് എത്തി. ഇത് സ്റ്റെക്കായി. നമുക്ക് ലെതർ പാൻറ്റ്, നമ്മൾ ലെതർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് സ്മിത്തിൻ ആണ് ഞാൻ പോണതെന്ന് തോന്നുന്നു. അതെ അതെ, അവിടെ നിൽക്കുക. ഇയാളെ എന്ത് സോഡാണുള്ള സോഡിൽ എന്തോ എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം എമറാൾഡ് ഇല്ലേ നമ്മളതിൽ. നമുക്ക് ഇവിടെ ഡയമണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് കിട്ടും. ഡയമണ്ട് ഉണ്ടോ ഇല്ല ഗൈസ്. ഡയമണ്ടിൻ്റെ മറ്റേ അയണിൻ്റെ ഹെൽമെറ്റും പിക്കാക്സും മറ്റേ സോഡും സ്പിയറും കിട്ടിയിട്ടുണ്ട്. സ്പിയറല്ലേ സംഭവം? സ്പിയറാന്ന് തോന്നുന്നു കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ സ്പിയർ മാറ്റിയിട്ടുണ്ട്. നമുക്ക് എന്താ സംഭവം പറക്കാൻ പറ്റുന്നു. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എന്തോ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പറന്നു പോയി അടിക്കുന്നതൊക്കെ. എന്തോ ഒരു എനിക്ക് അറിയത്തില്ല. നമുക്കൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കണം. ഇത് ഈ വില്ലേജ് തന്നെയാണോ? ഇത്രയും വീടൊക്കെ ഉണ്ടോ ഈ വില്ലേജിൽ? എന്തായാലും ആവട്ടെ, വില്ലേജ് ഉണ്ടാവാണ്ടിരിക്കുക എന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഈ വീട് അങ്ങ് എടുത്താലോ? നമുക്ക് ആദ്യം ഈ വില്ലേജ് എങ്ങനെയുണ്ടെന്ന്, ഈ വില്ലേജിൻ്റെ സൈഡൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് പിന്നെ ബെഡ്, ഇവിടെ ബ്ലൂ പൂവില്ലേ, നമുക്ക് ബെഡൊന്ന് ഉണ്ടാക്കിയേക്കാം. ബെഡിന് മറ്റേ കളർ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പൂവ് എവിടെയും ലൈറ്റ് ബ്ലൂ കെയിൻ ആ പൂവ് എവിടെയും കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ എവിടെയും നമുക്ക് ആ ലൈറ്റ് ബ്ലൂ പൂവ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. ഇവിടെ എവിടെയും കാണും നമുക്ക്. അപ്പോൾ തൽക്കാലത്തേക്ക് ആ വൈറ്റ് ആക്കിയിട്ട് ഗ്രേ കളറാണല്ലോ ഒന്ന്. കുഴപ്പമില്ല, ബ്ലൂ ഡൈയും ഗ്രേ ഡൈയും കൂടി ആക്കിയത് എനിക്ക് ആക്കാൻ പറ്റില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇതെന്തോ സംഭവം? ഫ്ലവർ ചാർജ് ബാനറോ സാധനം? എന്തെങ്കിലും അവിടെ ഗൈസ്. നമുക്കിപ്പം ഇപ്പം എന്താ ചെയ്യാം? ഇവിടെ നമ്മൾ തുറന്നു നോക്കിയില്ലേ? ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്, ഒന്നുമില്ലല്ലോ. നമുക്ക് ഈ വൈറ്റ് ബെഡ് എടുത്തേക്കാം, പുറത്തെടുത്തേക്കാം. രാത്രി ആയി വരുന്നുണ്ട്. നമുക്ക് ഈ വീടങ്ങ് ഈ വീടാണ് ഞാൻ പറഞ്ഞത്. കൊച്ചു വില്ലേജറേ, നമുക്കിങ്ങ് ഡോറിങ്ങ് അടച്ചേക്കാം. നമുക്കിനി ഇവിടുന്ന് മേലോട്ട് കയറി പോവാം. നമുക്കിതിൻ്റെ മുകളിൽ ഇവിടെ അല്ലേ, നമുക്ക് താഴത്തോട്ട് പോവാം. പോവാം ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. പോട്ടെ പോട്ടെ അങ്ങനെ സൈഡിലോട്ട്. നമുക്ക് ഇപ്പോൾ സൺസെറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ബെഡ് ഒന്ന് എടുത്തിട്ട് ബെഡ് ഇടാം. നമുക്ക് ഇവിടെ എവിടെയാണ് ബെഡ് ഇടുക? കാര്യം ബെഡ് നമുക്ക് ബ്ലൂ ഡൈയില്ല ഗ്രേ അല്ല, നമുക്ക് മറ്റേ ബ്ലൂ ഡൈ ഇടണം. നമുക്ക് ലൈറ്റ് ഗ്രീന്. നമുക്ക് ഒന്നും കൂടി ആ പൂവൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. നമുക്ക് ഡോറടിച്ചേക്കാം.
കൂടി അവിടേക്ക് പോയി നോക്കാം ബ്ലൂ കളർ ഉണ്ടോന്ന്. ലൈറ്റ് ബ്ലൂ ആണോ അല്ലേ? ഇത് വൈറ്റ് പൂവാണോ? ഇത് വൈറ്റ് ആവുമോ? വൈറ്റ് ഡൈ ആവുമോ? അത് അറിയത്തില്ല. അത് ബേബി വില്ലേജർ പോകണം. വില്ലേജറിൻ്റെ തല മറ്റേ വലിയ വില്ലേജറിൻ്റെ അഡൽട്ട് വില്ലേജറിൻ്റെ അതേ മുഖം, അതേ വലിയ വലുപ്പം തന്നെയാണ്. ഇവിടെ ഈ സൈഡിലേക്ക് എവിടെയെങ്കിലും ലൈറ്റ് കളർ പൂവുണ്ടോ? ഇല്ല ഗൈസ്. അതെന്താ അവിടെ അത് തന്നെയല്ലേ. നമുക്കിനി പോവാം. ഒന്നിനെ അടിക്കാൻ നോക്കിയതാ, കിട്ടിയില്ല. എന്ത് ചെയ്യാനാ? കുത്തി ഒരു മാർക്കില്ലെങ്കിൽ കുത്തിക്കളയാൻ ഞാൻ. ഇപ്പോൾ സോംബി ഇറങ്ങുന്നതാണ്. ഇപ്പോൾ സോംബി മാമന്മാർ ഇറങ്ങും ഗൈസ്. നമുക്കിനി അയ്യോ ഉണ്ട് ഇങ്ങനെ കയറി നിക്ക്. നമുക്കിവിടെ ബെഡ് എവിടെയാണ്? അപ്പം അസൾട്ട് ബെഡ് നമുക്ക് ഇപ്പോഴും ലൈറ്റ് ഗ്രെയിനാണ് ഗൈസ് കിട്ടിയത്. ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഡൈ ഉണ്ടാക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു. നമുക്ക് സാധാ ബെഡ് ഉണ്ടാക്കാം. എവിടെ വെച്ചാലാവും? എന്തായാലും നമുക്ക് ബെഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇടാമല്ലേ? ഇവിടെ തന്നെ ഇടാം. നമുക്ക് ഇങ്ങനെ കിടക്കാം. എന്താ ദ സ്കിപ്പ് നൈറ്റ് ബൈ സ്ലീപ്പിംഗ് സെറ്റിംഗ് ഈസ് ടേൺഡ് ഓഫ്. ടേൺ ഇറ്റ് ഓൺ അണ്ടർ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഇൻ എഡിറ്റ് വേൾഡ്. പക്ഷേ നമ്മളത് സാധാരണ ഇങ്ങനെ കിടക്കാണ്ട് ഇങ്ങനെ രാവിലെ ആവുന്നില്ലായിരുന്നു. ഇവിടെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ആ സെറ്റിങ്സ് ഒന്ന് മാറ്റണം. ഉറങ്ങിയാൽ മതി. എന്താ രസം ഈ വില്ലേജ് കാണാൻ. ഇനി ഈ വില്ലേജിൻ്റെ കാര്യം ഞാൻ ഏറ്റു. നോക്കിക്കേ എന്താ ഇപ്പം എന്താ രസമുള്ള കാണാൻ. ഇറങ്ങി പോയാലോ? രാവിലെ ആകുന്നില്ല. നമുക്ക് കൂത്തിയും കൊന്നുളങ്ങിയേക്കാം. ഇവിടെ ഒറ്റ വിടുന്നില്ല. നമുക്ക് നേരെ ഇവിടുന്ന് ഇപ്പോൾ ചാടിയാലുമില്ല. ഫോൾഡാന്ന് വെച്ച് അത്ര ഉണ്ടാവില്ല. ഇല്ല അത്രയില്ല. കുറച്ച് ഫോൾഡാന്ന് വെച്ച് നമ്മുടെ രാജ്യത്തെ നമ്മൾ രക്ഷിക്കണം. ഫോൾഡാൻ വെച്ച് നിർത്തിയില്ലേ? ഇതൊന്നുമില്ല. ഒരു മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ ഇതാടെ തുറന്നിട്ട് ഞാൻ തന്നെ ആയിരിക്കും. നമ്മുടെ അപ്ഗ്രേഡ് ഗിയർ മീൻസ് ഒരു തേങ്ങ മനസ്സിലാവില്ല. ഇതൊക്കെ ഇങ്ങോട്ട് തരി. കളർ മാറ്റാൻ എന്തായിരിക്കും? ഇപ്പൊ കടിക്കും. ഇപ്പൊ വേണ്ട. നല്ല ഈ ചെടി നല്ല രസമുണ്ട്. വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഇത്. കിടക്കുന്നുണ്ടോ? അതൊക്കെ അത് കീന്ന് വരുന്ന നമുക്ക് ഇരുട്ട്
ചെന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെയൊക്കെ ചാടിച്ചാണ് നമ്മൾ ഇവിടെ നമുക്ക് കുറച്ച് എന്തെങ്കിലും അപ്പുറത്തെന്താ നോക്കിയിട്ട് വരാം. എന്താ സോംബി ഒന്നുമില്ലാതെ ഒരു ചെടി, ആ ചെടി എടുത്ത് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെക്കാം. നമ്മുടെ വില്ലേജ് അവിടെ ഉണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത് സോംബി ഒന്നും ഇവിടെ ഇല്ലാത്ത എന്താന്ന്. ഞാൻ ഇവിടെ ഡിഫിക്കൽട്ട് നോർമലും വീശൊന്നുമില്ലാത്ത പീസ്ഫുൾ എടുത്തിട്ട് വെറുതെ അല്ല ഇങ്ങനെ ചെത്താൻ ന്യൂസിലൊക്കെ വരും. വീട്ടിലേക്ക് പൂവറക്കാൻ പോയി ചെത്തുന്നു പറഞ്ഞിട്ട് ഇല്ലൊന്ന് നല്ല പാട്ട്. I like this song. ഇവിടെ എവിടെയോ ചെടി കൂടി വെച്ചിരുന്നല്ലോ, അതുകൂടി എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെക്കാം. നമ്മൾ ആ മുകളിലുള്ള വീട്ടിലൊന്ന് പരിശോധിക്കില്ല എന്താ ഉണ്ടോയെന്ന്. അത് പരിശോധിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കയറിയിട്ട് അയ്യോ തോ അയ്യോ സ്കൂൾ എടുത്തിട്ട് എന്ത് കാര്യം പൊട്ടത്തിലും കാണിക്കുന്നത് എന്നെ കൊണ്ട്. ഇങ്ങനെ 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 തുറക്ക് ഉറങ്ങിയാലും മതിയാവൂല. ബ്ലാക്ക് സ്മിത്ത് എന്താ ഇവിടെ? നമ്മുടെ ആളുടെ കാപ്പും കിട്ടിയിട്ടുണ്ട്. ബണ്ണ എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് വെക്കാം. ബ്രോ അയ്യനെക്സ് വേണ്ട ബുക്കും. രാവിലെ ആയതുകൊണ്ട് നമുക്ക് 1 മിനിറ്റായി. എനിക്ക് 2 സെറ്റിങ്സ് ഒന്ന് നോക്കാനുണ്ട്. ഞാൻ ആദ്യം ഉണ്ട് വീട്ടിലേക്കൊന്ന് പോട്ടെ. ഇങ്ങനെ ഒരു ഒറ്റ ചേട്ടോ അടിച്ചാൽ കയറിയില്ല ഇങ്ങോട്ട്. 1 മിനിറ്റ് ഫുൾ ഡാമേജ് എടുക്കാണ്ടിരിക്കാൻ എന്തും ചെയ്യില്ല. ഇവിടെയും ഈ പുല്ലും വെട്ടി ഇവിടെയും വെക്കാൻ പറ്റും. എവിടെയും വെക്കാൻ പറ്റും ഗൈസ്. നമുക്ക് കോബിൾ സ്റ്റോൺ ഒക്കെ വെക്കാൻ പറ്റുമോ? ഇല്ല. സൺറൈസ് ഉണ്ട്. അയ്യോ സൺറൈസ് പെട്ടെന്ന് വരും. സൺറൈസ് വേണം. റൂബിൽ ചെന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഹലോ എടുത്തത് റെക്കോർഡ് ചെറുതായിട്ടൊന്ന് പോയായിരുന്നു. ഇവിടേക്ക് എന്താ പരിപാടി? ഞാൻ തടസ്സമില്ല. എത്ര ആയാലും അറിയോ? ഡീല് പോകും 30 ആയാലും നമ്മളിങ്ങനെ പ്രോ ആയതുകൊണ്ട് ഒരു ടൈമിങ് നിങ്ങൾ തെറ്റിച്ച ഞാൻ പ്രോ ആയി. ഞാൻ ഭയങ്കര പ്രോ പോകാൻ പറ്റും. ഉപകാരം നമ്മൾ ഇതിന് തീർന്നിട്ടുണ്ട്.
പൊട്ടിച്ചും കയറാം. അയ്യോ ഒരു ക്രീപ്പർ ഉണ്ടല്ലോ, വെട്ടിക്കൊന്നാലോ. അയ്യോ ചാവലെ 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 ചത്ത്. പക്ഷേ ഗൈസ് നമുക്കൊന്നും കൂടി കാരണം നമുക്ക് ആദ്യം ഇവിടെ രാത്രി ആയാലും ക്രീപ്പർ രാവിലെ നമുക്ക് അയൺ ബക്കറ്റ് ഉണ്ടാക്കണം. അയണോടെ പോയി ഇവിടെ നിന്നല്ലേ. നമുക്ക് അയൺ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം എവിടെന്നെങ്കിലും എടുക്കുക. അതായത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഒരു സോംബി അല്ലേ നിൽക്കുന്നേ. അവിടെ ഒരു മഴ ഉണ്ടല്ലോ, വരാൻ പോയി വെട്ടാം. നമുക്കിനി ഇത് വെട്ടിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. അയൺ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കല്ലേ പൊളിക്ക്. ഇത് പൊളിക്കാൻ നമുക്ക് ആക്ഷൻ ഇല്ലല്ലോ, കുറേ ടൈം എടുക്കുന്നു. നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അയൺ ബക്കറ്റ് ഉണ്ടാക്കാൻ. നമുക്കിനി വെള്ളം ആണ് മേലെ എവിടുന്നെങ്കിലും നമുക്ക് ഇതിലൂടെ മേലോട്ട് കയറി പോകാം. ബാക്കി അയൺ അവിടെ വെച്ചിട്ട് പോലെ നമുക്ക് ഫുഡ് എവിടെന്നെങ്കിലും ഒപ്പിക്കണം പോകണം. നമ്മുടെ തീരെ ഫുഡില്ല. ഇവിടെ ഉള്ള പ്രധാനമാണ് നമുക്ക് ഒന്ന് വെള്ളം എടുത്തിട്ട് നേരെ കീഴിലേക്ക് പോകാം. ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടണ്ട, ഇങ്ങോട്ട് ചാടാം. പശു അവിടെ നിൽക്കുക. പശു നമുക്ക് ഇനി ആ കേവിലേക്ക് പോവാം. ഇവിടുന്ന് ചാടി ശരിയാവില്ല. നമുക്ക് അവിടെ സാധനങ്ങളുള്ള അവിടെ ചാടാം, അതായിരിക്കും നല്ലത്. ഇവിടുന്ന് ചാടിയാലോ? ഇവിടുന്ന് ചാടാല്ലേ? ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടേക്ക് ചാടാം. അത് നമ്മുടെ സാധനങ്ങളും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങ് ചാടാം അല്ലയോ? ഇവിടെ തന്നെ ചാടാം. ഞാൻ മൈൻക്രാഫ്റ്റ് പ്രോ ആയി ഗൈസ്. ഈ ക്രീപ്പർ പൊട്ടണോ? സ്വന്തമായിട്ട് പൊട്ടിയിട്ട് ചാവുക. ഇതിൻ്റെ ഡയമണ്ട് എവിടെ? ഡയമണ്ട് കിട്ടിയില്ലേ? ഡയമണ്ട് ഇൻവെൻട്രിയിൽ ഉണ്ടാവേണ്ടതാണല്ലോ, ഇല്ലേ? നമുക്ക് ഡയമണ്ട്, ഞാൻ ആ ഡയമണ്ടിൻ്റെ കണ്ടപ്പം വിചാരിച്ച് നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി മേലോട്ട് കയറാൻ ഇങ്ങനെ ഒഴിച്ച് കയറാം. ഇതാത്തിട്ട് പോയി ഒന്നും കൂടി കയറിയിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഞാൻ മൈൻക്രാഫ്റ്റ് പ്രോ ആയി ഗൈസ്. താഴെ പോലെ മുന്നോട്ട് കയറുക. മുന്നോട്ട് ഓയ്. ഏയ് ഗൈസ് എടുത്ത് വെച്ചിട്ട് പോയി. നമുക്ക് ഇവിടെ നിന്ന് കയറി പോവാം. ബട്ടൺ അത്രയും മേലേക്ക് വെക്കാം. ഇതാവുമ്പോൾ നമുക്ക് ആ കല്ലിൻ്റെ അടുക്ക് ഇരുന്നിട്ട് വെക്കാം. പൊട്ടുന്നില്ലേ? പിന്നെ അങ്ങോട്ട് കൊഴുകയോ? നമുക്ക് ഇനി അവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മേലോട്ട് കയറി സൈഡിലോട്ട് നീങ്ങി. അയ്യോ നമുക്കൊന്നും കൂടി ഇങ്ങോട്ട് നീങ്ങി. ഇങ്ങോട്ട് ചാവൂല. ആ സൈഡിൽ കയറി നിൽക്കാൻ പറ്റുന്നില്ലേ? നമുക്കിതിലൂടെ ഒന്നും കൂടി കയറി നോക്കാം. ഒന്നും കൂടി വീഴല്ലേ. സൈഡിലോട്ട് നിന്നിങ്ങനെ കയറി പോലെ ചാവലെ എല്ലോട്ടും കയറി നിൽക്കാൻ സ്ഥലമില്ലേ? ഉണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് വെക്കാൻ പറ്റിയ എനിക്ക് സുഖമായിരുന്നു. പറ്റുന്ന അത്രയും അവിടെ പറ്റുമല്ലേ? ചാടിയ പറ്റുമായിരിക്കില്ല അവിടുന്ന്. നേരട്ടെ നമുക്ക് ഒന്ന് കയറാൻ പറ്റാത്തന്നാ.
കയറി. ഇത്രയുള്ള വെള്ളം. അത് നമ്മൾ പ്രോ ആയി ഗൈസ്. പിന്നെ എടുത്തിട്ട് നമുക്ക് അയണ്ട സാധനമൊക്കെ എടുത്തിടാം. ഷീൽഡൊക്കെ എടുത്ത് വെക്കാം. എക്സോർസ് നമ്മളെ പിക്കാക്സ് വന്നില്ല ഗൈസ്. പിക്കാക്സ് താഴെ ഉണ്ടോ? ഇല്ല ഗൈസ്, എൻ്റെ പിക്കാക്സ് പോയോ? പക്ഷേ ഉണ്ടായിരുന്ന ഒരു പിക്കാക്സാ. നമുക്ക് അയൺ ഉണ്ടാക്കാം. നന്നായി, ഇല്ലെങ്കിൽ ചത്തേനെ. മേലോട്ട് കുഴിച്ചു പോയാലോ? അവിടെ നമുക്ക് അവിടെ എങ്ങ് വെക്കാം വെള്ളം. കുറച്ചും കൂടി മുകളിൽ പറ്റൂല. ഇവിടെ വെക്കാൻ പറ്റൂലല്ലേ? ഇവിടെ വെക്കാം. ഇങ്ങോട്ട് കയറാം അമ്മേ. വീട്ടിൽ ആകെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. എനിക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും. ഇവിടെ നിന്ന് എടുത്ത് അതന്നെ. ഇല്ലട ഇങ്ങനെ ചാടി. ഓക്കെ, വെള്ളം എടുക്കാം നമുക്ക്. ഈ വഴി കൂടെ പോവാം. വീഴാതെ നോക്കി നിൽക്കണം. വീഴല്ലേ വീഴല്ലേ അല്ലേ. നമുക്ക് ഇനി അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒറ്റ ചാട്ടം അങ്ങ് ചാടാം. ഞാൻ വിചാരിച്ച് ചത്തുവന്നു. പോട്ടെ അതല്ലേ സൈഡിലോട്ടൊക്കെ തലല്ലേ. നമുക്ക് അവിടെയും വിളയിച്ച് കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. ഈ ഇവിടുന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇതായിരുന്നു ഇത്രയും സിമ്പിളായിട്ട് ഇപ്പോൾ അങ്ങോട്ട് വരായിരുന്നു. ഇത്രയും നേരം വേസ്റ്റായി. ഇപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം. നമുക്ക് ഫുഡില്ല. നമുക്ക് ആകെ ഒരു പൊട്ടറ്റോ ഉള്ളേ. ബാക്കി പൊട്ടറ്റോ കൂടി എടുത്തേക്കാം. ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സ്റ്റോൺ ബ്ലോക്കൊക്കെ എടുത്ത് വച്ചേക്കാം. എന്തെങ്കിലും ആവശ്യം വന്നാലോ, കയറിപ്പോവാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടും. നമുക്ക് അയൺപിക്കാത്ത നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഗൈസ്, ഞാൻ കണ്ടില്ല. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ട് വെക്കാം. നമുക്ക് അവിടെ വെക്കാമല്ലേ? നമുക്ക് ആദ്യം ഇങ്ങനെ ചെസ് പ്ലേറ്റ് ഉണ്ടാക്കിയേക്കാം, എടുത്തിട്ടേക്കാം. നമുക്ക് ഇനി സ്റ്റിക്ക് വേണം ഗൈസ്. നമുക്ക് ബാക്കി മരം വെട്ടാം. വേറെ തിന്നല്ലേ? നമ്മുടെ ഒന്നും തിന്നല്ലേ ഗൈസ്? നമുക്കിനി തിന്നാൻ വാങ്ങാൻ, പക്ഷെ വാങ്ങാൻ പറ്റൂലല്ലോ. നമുക്ക് എവിടെന്നെങ്കിലും തിന്നാൻ കിട്ടണം. നമുക്ക് കുറച്ച് വുഡ് എടുത്ത് വെച്ചേക്കാം, ആവശ്യം വരും. എന്താ പറ്റി? റെഡിയായി. ചെക്ക് ആവുന്നുണ്ടല്ലോ ചെറുതായിട്ടാണ്. റെഡി ആവുന്നുണ്ട്. എന്താ അത്? എത്തോ എന്താട്ടെ പോട്ടെ, മേലോട്ട് കയറി പോവാം. നമ്മുടെ സ്റ്റോറേജ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തീർന്നു പോയി. അപ്പം hope you guys enjoy this video. Bye bye. എല്ലാവരും മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. ബൈ ബൈ.